ഹായ് ഡിയർ ഫ്രണ്ട്സ്, SSCGD കോൺസ്റ്റബിൾ ആൻഡ് MTSന്റെ ജനറൽ നോളജിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSCGD കോൺസ്റ്റബിളിന്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്നത്തെ ഈ സെഷനിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ള 50 ചോദ്യങ്ങളുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ എക്സാംസ് കഴിയാത്തവർക്കാണെങ്കിൽ ഒരു ഐഡിയ കിട്ടും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതെല്ലാം ഏരിയാസിൽ നിന്നാണ് കൂടുതലായി ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ജനറൽ നോളജ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കാം. When did Delhi become the capital of India? ഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയത് എപ്പോഴാണ്? ശരിയായ ഉത്തരം 1911 1911 നടന്ന ഡൽഹി ദർബാറിൽ വെച്ചിട്ടാണ് ഡൽഹി ഇന്ത്യയുടെ പുതിയ ക്യാപിറ്റൽ ആകുന്നു. അതായത് അതിനു മുമ്പ് കാൽക്കട്ടയായിരുന്നു ഇന്ത്യയുടെ ക്യാപിറ്റൽ. അപ്പൊ കാൽക്കട്ടയിൽ നിന്ന് മാറി ഡൽഹിയാണ് ഇനി തൊട്ട് നമ്മുടെ ക്യാപിറ്റൽ എന്ന് ഡിക്ലെയർ ചെയ്തത് ഈ 1911 നടന്ന ഡൽഹി ദർബാറാണ്. ഓക്കെ, ഡൽഹി ദർബാർ ഇമ്പോർട്ടന്റ് ആണ്. 3 ഡൽഹി ദർബാറാണ് നടന്നിട്ടുള്ളത്. ഒന്ന് 1877, രണ്ടാമത്തത് 1903 ആൻഡ് മൂന്നാമത്തതാണ് 1911. എസ്പെഷ്യലി 1911 ഡൽഹി ദർബാർ ഇമ്പോർട്ടന്റ് ആണ് ബിക്കോസ് ഓഫ് 2 റീസൺസ്. ഒന്ന് നമ്മൾ ഓൾറെഡി കണ്ടു, ഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റലായി മാറിയത് ഈ ഡൽഹി ദർബാർ 1911 വെച്ചാണ്. മറ്റൊന്ന് 1905 വന്ന ബംഗാൾ പാർട്ടീഷൻ, അത് ക്യാൻസൽ ചെയ്യുന്ന തീരുമാനം ഡിക്ലെയർ ചെയ്തത് ഈ 1911 ഡൽഹി ദർബാറിൽ വെച്ചാണ്. ഓക്കെ, അപ്പൊ 2 റീസൺസ് കൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ്. ഒന്ന്, ക്യാപിറ്റൽ വാസ് ഷിഫ്റ്റഡ് ഫ്രം കാൽക്കട്ട ടു ഡൽഹി. സെക്കൻഡ് വൺ, അന്വൽമെന്റ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ പാർട്ടീഷൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഈ 2 റീസൺസ് കൊണ്ട് ഡൽഹി ദർബാർ 1911 ഇമ്പോർട്ടന്റ് ആണ്. Okay, next question. Which of the following is an important source of vitamin E? Vitamin E ന്റെ important source എന്താണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം കൊടുത്തിരുന്ന ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നതിൽ ശരിയായ ഉത്തരം വീറ്റ് ജേം ആണ്. ഓക്കെ, വീറ്റ് ജേം ആണ് ശരിയായ ഉത്തരം. ഓക്കെ, വൈറ്റമിൻ ഇനെ പറ്റിയുള്ള മറ്റു ചില പോയിന്റ്സ് നമുക്ക് നോക്കാം. വൈറ്റമിൻ ഇ നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്ന ഏതൊക്കെ പ്ലാന്റ്സിൽ അല്ലെങ്കിൽ പ്ലാന്റ് പ്രോഡക്ട്സിൽ നിന്നാണെന്ന് ചോദിച്ചാൽ വെജിറ്റബിൾ ഓയിൽസ് ലൈക്ക് വീറ്റ് ജേം, സൺഫ്ലവർ, സാഫ്ലവർ, കോൺ, സോയാബീൻ എന്നീ വെജിറ്റബിൾ ഓയിൽസിൽ നിന്നും, അതുപോലെ തന്നെ നട്ട്സ്, ആൽമണ്ട്സ്, പീനട്സ്, ഹേസൽ നട്ട്സ് ഇങ്ങനെയുള്ള നട്ട്സിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഇ ധാരാളമായി ലഭിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം സുകുമാർ സെൻ ആണ്. ഓക്കെ, സുകുമാർ സെൻ ആണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാവും. അപ്പൊ ആ ആർട്ടിക്കിൾ ഏതാണ് എന്നും ചോദിക്കാം. അപ്പോ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 324. ഓക്കെ, ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 324 പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്രസന്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുശീൽ ചന്ദ്രയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സുശീൽ ചന്ദ്രയുടെ ഫോട്ടോ ആണ്. ഓക്കെ, അപ്പൊ പ്രസന്റ് ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്രയാണ്. ഇനി ആദ്യത്തെ വനിതാ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ് എന്ന് ചോദിച്ചാൽ VS രമാദേവിയാണ്. ഓക്കെ, VS രമാദേവിയാണ്. ഫസ്റ്റ് സുകുമാർ സെൻ, ഫസ്റ്റ് വിമൻ ഇലക്ഷൻ കമ്മീഷണർ VS രമാദേവി ആൻഡ് പ്രസന്റ് ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്ര. അടുത്ത ചോദ്യം, വേൾഡ് ക്യാൻസർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. വേൾഡ് ക്യാൻസർ ഡേ സെലിബ്രേറ്റ് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം 4th February ആണ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ഡേയ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് എയ്ഡ്സ് ഡേ, ബ്ലഡ് ഡോണേഴ്സ് ഡേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡേയ്സ് എല്ലാം ഓർത്തു വെക്കുക. അപ്പൊ വേൾഡ് ക്യാൻസർ ഡേ 4th February ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടത്, ഒറിജിൻ ഓഫ് റിവർ ബ്യാസ്. റിവർ ബ്യാസിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സസിൽ, യൂട്യൂബ് ക്ലാസ്സസിൽ അല്ലാണ്ട് നമ്മൾ ആപ്പിൽ കൊടുത്തിരിക്കുന്ന ക്ലാസ്സസിൽ നമ്മൾ കംപ്ലീറ്റ് റിവർ സിസ്റ്റം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോ റിവർ സിസ്റ്റംസിൽ നമ്മൾ എവിടെ നിന്ന് ട്രിബ്യൂട്ടറീസിന്റെ ഇൻക്ലൂഡഡ്, നമുക്കറിയാം ബ്യാസ് എന്ന് പറഞ്ഞ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആണ് അല്ലെ. അപ്പൊ ട്രിബ്യൂട്ടറീസിന്റെ ഒറിജിന്, മെയിൻ റിവേഴ്സിന്റെ ഒറിജിൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ റിവർ ബ്യാസിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? റോട്ടാങ് പാസിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം. ബ്യാസ്, സത്ലജ്, രാവി, ചെനാബ്, ഝേലം എല്ലാം തന്നെ. അതിൽ ബ്യാസിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് റോട്ടാങ് പാസിലാണ്. റോട്ടാങ് പാസിൽ തന്നെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ട്രിബ്യൂട്ടറി ഉണ്ട്, അതാണ് രാവി. ഓക്കെ, രാവി. സത്ലജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേക്ക് റക്ഷസ്ഥലിൽ നിന്നാണ്. ഓക്കെ, ലേക്ക് റക്ഷസ്ഥലിൽ നിന്നാണ് സത്ലജ്. ചെനാബ്
ബാരാലാചാല പാസിലാണ്. ഓക്കെ, ബാരാലാചാല പാസിൽ നിന്നാണ് ചെനാബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഝേലം സ്റ്റാർട്ട് ചെയ്യുന്നത് കശ്മീരിലാണ്. ഓക്കെ, കശ്മീർ വാലിയിൽ നിന്നാണ്. വെരിനാഗ് സ്പ്രിംഗിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ബ്യാസിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് റോട്ടാങ് പാസ്. റോട്ടാങ് പാസിൽ നിന്ന് 2 ട്രിബ്യൂട്ടറീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒന്ന് ബ്യാസ്, ഒന്ന് രാവി. അടുത്ത ചോദ്യം, ഐഡിയ ഓഫ് ലോക്പാൽ ഇസ് ടേക്കൺ ഫ്രം വിച്ച് കൺട്രി? ഐഡിയ ഓഫ് ലോക്പാൽ ഇസ് ടേക്കൺ ഫ്രം വിച്ച് കൺട്രി? സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നിന്നാണ്. ഓക്കെ, സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറയുന്നത് നമ്മുടെ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നീ കൺട്രീസിനെ നമ്മൾ പറയുന്നതാണ് സ്കാൻഡിനേവിയൻ കൺട്രീസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ലോക്പാൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. സോ ബാക്കി പോയിന്റ്സ്, എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ എപ്പോഴാണ് ലോക്പാൽ നിലവിൽ വരുന്നത്? 16th January 2014 ഓക്കെ, 16th January 2014 ഇന്ത്യയിൽ ലോക്പാൽ നിലവിൽ വരുന്നത്. നെയിം ലോക്പാൽ, ഈ ലോക്പാൽ എന്ന് പറയുന്ന ടേം നമ്മൾ കോയിൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ LM സിംഘ്വി ആണ്. LM സിംഘ്വി 1963 ഈ ടേം കോയിൻ ചെയ്തത്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ലോകായുക്ത. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ലോകായുക്ത. ലോക്പാൽ എന്ന് പറയുന്നത് സെന്ററിലും ലോകായുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിലുമായിരിക്കും. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് ലോകായുക്ത വന്നത്? മഹാരാഷ്ട്രയിലാണ്. ആൻഡ് മഹാരാഷ്ട്രയുടെ ലോകായുക്തയാണ് ഏറ്റവും വീക്കസ്റ്റ് ലോകായുക്ത. ഓക്കെ, എന്നാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ലോകായുക്ത ഏതാണ്? അത് കർണാടകയാണ്. ഓക്കെ, അപ്പോൾ ഐഡിയ ഓഫ് ലോക്പാൽ കടമെടുത്തിരിക്കുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നിന്നാണ്. ഇന്ത്യയിൽ ലോക്പാൽ നിലവിൽ വരുന്നത് 16th January 2014 ഈ ടേം ലോക്പാൽ എന്ന് കോയിൻ ചെയ്തത് LM സിംഘ്വി ആണ് 1963. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ലോകായുക്ത മഹാരാഷ്ട്രയാണ്. വീക്കസ്റ്റ് ലോകായുക്തയും മഹാരാഷ്ട്രയുടേതാണ്. സ്ട്രോങ്ങസ്റ്റ് ലോകായുക്ത കർണാടകയുടെയാണ്. അടുത്ത ചോദ്യം, ഭാരത്പൂർ ബേർഡ് സാങ്ച്വറി ഇസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഭാരത്പൂർ ബേർഡ് സാങ്ച്വറി ഇസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ശരിയായ ഉത്തരം രാജസ്ഥാനിലാണ്. ഇതിനെ കോമൺലി അറിയപ്പെടുന്ന പേര് കിയോലാഡിയോ നാഷണൽ പാർക്ക് എന്നാണ്. ഓക്കെ, കിയോലാഡിയോ നാഷണൽ പാർക്ക് എന്ന് കൊടുത്താൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും രാജസ്ഥാൻ എന്നാണ്. എന്നാൽ അതിന് മറ്റൊരു പേരായ ഭാരത്പൂർ ബേർഡ് സാങ്ച്വറി എന്നാണ് കൊടുത്തിരുന്നത്. സോ ഭാരത്പൂർ ബേർഡ് സാങ്ച്വറി രാജസ്ഥാനിലാണ്. ഓക്കെ, കോമൺലി നോൺ ആസ് കിയോലാഡിയോ നാഷണൽ പാർക്ക്. famous for its migratory Siberian cranes. Okay, കിയോലാഡിയോ നാഷണൽ പാർക്ക്, ഭാരത്പൂർ ബേർഡ് സാങ്ച്വറി എന്തിനാണ് ഫേമസ് എന്ന് ചോദിച്ചാൽ സൈബേരിയൻ ക്രെയിൻസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ റംസാർ സൈറ്റ്സ്, അതിലെ ആദ്യത്തെ റംസാർ സൈറ്റ് ആയിരുന്നു കിയോലാഡിയോ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റ് ആയിരുന്നു കിയോലാഡിയോ നാഷണൽ പാർക്കും ചിൽക്ക ലേക്കും. ഓക്കെ, അടുത്ത ചോദ്യം ഫോക്ക് ഡാൻസിൽ നിന്നാണ്. ഫോക്ക് ഡാൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഫോക്ക് ഡാൻസ് മിസ് ചെയ്യാണ്ട് എല്ലാ സ്റ്റേറ്റ്സിന്റെയും ഫോക്ക് ഡാൻസ് പഠിച്ചു വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫോക്ക് ഡാൻസ് ഓഫ് മേഘാലയ എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലാഹോ ആണ് അതിന്റെ ശരിയായ ഉത്തരം. ഓക്കെ, ലാഹോ എന്ന് പറയുന്ന ഡാൻസ് ആണ് ഫോക്ക് ഡാൻസ് ഓഫ് മേഘാലയ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ഫോക്ക് ഡാൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്റ്റേറ്റ്സിന്റെ ഒക്കെ പിന്നെയും നമുക്ക് നല്ല ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഐഡിയ ഉണ്ടാവും. പക്ഷെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇവിടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ഫോക്ക് ഡാൻസ് കൊടുത്തിരിക്കുന്നത്. ത്രിപുര ത്രിപുരി ഡാൻസ്, ഗരിയ, ഝും, മൈമീത, മസക്ക്, സുമാനി, ലെബാങ്, ബൂമാനി ഡാൻസ്, ബീച്ചു, ഇതൊക്കെയാണ് ത്രിപുരയിലെ ഫോക്ക് ഡാൻസസ്. നാഗാലാൻഡിലെ ഛാങ്ലോ, ഖംബാലിം, വോർ ഡാൻസ്, സിലിയാങ് ഡാൻസ്, ഇതൊക്കെയാണ് നാഗാലാൻഡിലെ ഫോക്ക് ഡാൻസ്. മണിപ്പൂരിലെ മണിപ്പൂരി ഡാൻസ് അതൊരു ക്ലാസിക്കൽ ഡാൻസും കൂടിയാണ്. നമ്മൾ ക്ലാസിക്കൽ ഡാൻസസും ഉണ്ടല്ലോ, നമുക്ക് ഫോക്ക് ഡാൻസ് കൂടാതെ നമുക്ക് ക്ലാസിക്കൽ ഡാൻസസ് ഉണ്ട്. സോ അതിൽ വരുന്നതാണ് നമ്മുടെ മണിപ്പൂരി ഡാൻസ്. ഓക്കെ, പിന്നെ ലായ് ഹറോബ, റഖൽ, റോക്കത്ത്, ഇതെല്ലാം മണിപ്പൂരിലെ ഫോക്ക് ഡാൻസസ് ആണ്. മിസോറമിന്റേത് ചേറോ ഡാൻസ് ആണ്. മേഘാലയയിലെ നമ്മൾ ഒന്ന് കണ്ടു ഇപ്പോൾ ലാഹോ ഡാൻസ്, അതുകൂടാതെ നോക്രേം ആൻഡ് വാങ്ല. അസാമിലെ ഡാൻസസ് സത്രിയ, സത്രിയ എന്ന് പറയുന്നത് ഇതും ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ്. ഇത് കൂടാതെ ബീഹു, ബാഗുറുംബ, ബാഗുറുംബ ബോഡോ കമ്മ്യൂണിറ്റിയുടെ ഡാൻസ് ആണ്, ആൻഡ് വിച്ചുവ. പിന്നെ സിക്കിമിലേതാണ് മാസ്ക്ഡ് ഡാൻസും സിംഘി ചാമും. ഓക്കെ, സിംഘി ചാമും മാസ്ക്ഡ് ഡാൻസും. അരുണാചൽ പ്രദേശിന്റെ ബാർദോ ചാമ്, പോനങ്, ലയൺ ആൻഡ് പീകോക്ക് ഡാൻസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ ഇമ്പോർട്ടന്റ് ഫോക്ക് ഡാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏൻഷ്യന്റ് ആർക്കിയോളജിക്കൽ സൈറ്റ് ഭീംബേട്ക റോക്ക് ഷെൽട്ടർ. ഭീംബേട്ക റോക്ക് ഷെൽട്ടർ എന്ന് പറയുന്നത് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ്. ഇത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിച്ചിരുന്നത്. ശരിയായ ഉത്തരം മധ്യപ്രദേശിലാണ്. ഭീംബേട്ക റോക്ക് ഷെൽട്ടർ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്.
10ാമത്തെ ചോദ്യം നോക്കാം. ഹു റീപ്ലേസ്ഡ് ജെഫ് ബെസോസ് ആസ് പ്രസിഡന്റ് ആൻഡ് സിഇഒ ഓഫ് ആമസോൺ ഓൺ July 5th, 2021? July 5th, 2021 സിഇഒ ആമസോണിന്റെ സിഇഒ ആൻഡ് പ്രസിഡന്റ് ആയ ജെഫ് ബെസോസിനെ റീപ്ലേസ് ചെയ്ത് പുതിയത് വന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ആൻഡി ജാസി ആണ്. ഓക്കെ, ആൻഡി ജാസി ആണ് പുതിയ പ്രസിഡന്റ് ആൻഡ് സിഇഒ ഓഫ് ആമസോൺ. Which of the following is one of the first recipients of Bharat Ratna Award? ഭാരത് രത്ന അവാർഡിന്റെ ഫസ്റ്റ് റെസിപ്പിയൻസ് 1964 ആദ്യമായിട്ട് ഭാരത് രത്ന അവാർഡ് കൊടുത്തത്. ആദ്യമായി കൊടുത്തത് 3 പേർക്കാണ്. ഓക്കെ, അപ്പൊ ആ ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ആർക്കായിരുന്നു ആദ്യമായിട്ട് കിട്ടിയത് എന്നാണ് സെലക്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അതിലുണ്ടായിരുന്നതിന്റെ ശരിയായ ഉത്തരം സി വി രാമനാണ്. ബാക്കി ഇപ്പൊ നമുക്ക് നോക്കാം ആരായിരുന്നു ഈ 3 പേര്. 3 പേർക്ക് കിട്ടിയെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഏത് 3 പേർക്കാണ് ഭാരത് രത്ന ഫസ്റ്റ് ഭാരത് രത്ന കിട്ടിയത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ സി വി രാമൻ ആൻഡ് ചക്രവർത്തി രാജഗോപാലാചാരി, സി രാജഗോപാലാചാരി. ഓക്കെ, അപ്പൊ എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ ആൻഡ് സി രാജഗോപാലാചാരി, ഇവർക്ക് 3 പേർക്കുമാണ് 1964 ആദ്യമായിട്ട് ഭാരത് രത്ന അവാർഡ് കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് മുഗൾ എംപറർ സ്റ്റാർട്ടഡ് ദീൻ-ഇ-ഇലാഹി? വിച്ച് മുഗൾ എംപറർ സ്റ്റാർട്ടഡ് ദീൻ-ഇ-ഇലാഹി? ശരിയായ ഉത്തരം അക്ബർ ആണ്. അക്ബർ സ്റ്റാർട്ട് ചെയ്ത ഒരു ന്യൂ റിലിജിയൻ ആയിരുന്നു ദീൻ-ഇ-ഇലാഹി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ജോയിൻ ചെയ്ത ഒരു ഹിന്ദു എന്ന് പറയുന്നത് ബീർബൽ ആണ്. ഓക്കെ, ഈ ദീൻ-ഇ-ഇലാഹി എന്ന് പറയുന്ന റിലീജിയന്റെ ഭാഗമായ ഒരു ഹിന്ദു ഉണ്ടായിരുന്നുള്ളൂ, അത് ബീർബൽ ആയിരുന്നു. അക്ബറിന്റെ കോർട്ടിലുള്ള നവരത്നങ്ങളിൽ ഒന്നായിരുന്നു ബീർബൽ എന്ന് നമുക്കറിയാം. അദ്ദേഹം ഇതിന്റെ ഭാഗമായിരുന്നു. പിന്നെ അക്ബറിനെ പറ്റി പറയുമ്പോൾ കുറച്ച് പോയിന്റ്സും കൂടി ഓർത്തിരിക്കാനുണ്ട്. മൻസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അക്ബർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അക്ബർ ആണ്. പിന്നെ ഫത്തഹപൂർ സിക്രി പണിയിച്ചത് ആഫ്റ്റർ ബാറ്റിൽ ഓഫ് ഹൽദിഘാട്ടി, അത് അക്ബർ ആണ് പണിയിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഓർത്തു വെക്കുക. അപ്പൊ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആരൊക്കെ തമ്മിലായിരുന്നു? സെക്കൻഡ് ബാറ്റിൽ ഓഫ് 3 പാനിപ്പത്ത് വാർ ആണ് നടന്നിട്ടുള്ളത്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആണ് അക്ബർ ആയിട്ട് നടന്നത്. ഓക്കെ, അപ്പൊ അക്ബറിന്റെ റെപ്രസെന്റേറ്റീവായ ബൈറാം ഖാനും അതുപോലെ തന്നെ ഹേമുവുമായിട്ട് നടന്നതാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അടുത്ത ചോദ്യം നോക്കാം. എ പേഴ്സൺ വർക്കിംഗ് വിത്ത് ഫോസ്ഫറസ് വിൽ ഡെവലപ്പ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസസ് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. സോ ഫോസ്ഫറസ് ഉപയോഗിച്ച് സ്ഥിരമായി വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന രോഗത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരുന്നത്. ശരിയായ ഉത്തരം ഫോസി ജോ ആണ്. ഓക്കെ, ഫോസ്ഫറസ് ഫോസി അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം. അപ്പൊ ഫോസ്ഫറസ് സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരുന്ന ഒരു ഒക്യുപേഷണൽ ഡിസീസ് ആണ് ഫോസി ജോ. ജോ എന്ന് പറയുന്നത് നമ്മുടെ മോണകൾ. ഓക്കെ, അപ്പൊ നെക്രോസിസ് ഓഫ് ജോ ആണ് അവിടെ സംഭവിക്കുന്നത്. കൂടുതലായിട്ടും വൈറ്റ് ഫോസ്ഫറസ് അല്ലെങ്കിൽ യെല്ലോ ഫോസ്ഫറസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന പ്രോപ്പർ സേഫ് ഗാർഡ്സ് ഒന്നും ഇല്ലാണ്ട് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നവരിൽ കണ്ടുവരുന്നതാണ്. ഇത് കൂടുതലായി കണ്ടുവരുന്നത് മാറ്റ് സ്റ്റിക് ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാണ്. ഓക്കെ, അപ്പൊ ഫോസ്ഫറസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരിൽ കണ്ടുവരുന്ന രോഗത്തിന്റെ പേര് ഫോസിജോ. ആർട്ടിക്കിൾ 44 ഒരുപാട് ക്വസ്റ്റ്യൻസ് ആർട്ടിക്കിളിൽ നിന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓരോ ആർട്ടിക്കിൾ കൊടുത്തിട്ട് ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പർട്ടിക്കുലർ ഇപ്പൊ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഓത്തിനെ പറ്റിയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് അത് ഏത് ആർട്ടിക്കിളിലാണ് അത് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ പാർട്ടിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. സോ ആ പാർട്ട് മിസ് ചെയ്യാണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. സോ ആർട്ടിക്കിൾ 44 ഡീൽസ് വിത്ത്, ശരിയായ ഉത്തരം യൂണിഫോം സിവിൽ കോഡ് ഫോർ സിറ്റിസൺസ്. ഓക്കെ, യൂണിഫോം സിവിൽ കോഡ് ഫോർ സിറ്റിസൺസ് ആണ് ആർട്ടിക്കിൾ 44 പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് വരുന്നത് നമ്മുടെ പാർട്ട് 4 DPSP-യിലാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിലാണ് ഇത് വരുന്നത്. സോ DPSP-യുടെ അണ്ടർ വരുന്ന ആർട്ടിക്കിൾ 44 പറഞ്ഞിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് ഫോർ സിറ്റിസൺസ് ആണ്. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ഇപ്പൊ തൽക്കാലം ഇത് ഫോളോ ചെയ്യുന്നത് യൂണിഫോം സിവിൽ കോഡ് ഉള്ളത്? അത് ഗോവയിൽ മാത്രമാണ്. ഇന്ത്യയിൽ ഗോവയിൽ മാത്രമേ അറ്റ് പ്രസന്റ് നമുക്ക് യൂണിഫോം സിവിൽ കോഡ് ഉള്ളൂ. Next question. Sati Pratha was banned by which Governor General and in which year? Okay, അപ്പൊ ഏത് ഗവർണർ ജനറൽ ഏത് വർഷമാണ് സതി പ്രഥ സ്റ്റോപ്പ് ചെയ്തത്, ബാൻ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം 1829 ലോർഡ് വില്യം ബെന്റിക് ആണ്. ഓക്കെ, 1829 ലോർഡ് വില്യം ബെന്റിക് ആണ് സതി പ്രഥ നിർത്തലാക്കിയത്. ഓക്കെ, അദ്ദേഹമായിരുന്നു, ലോർഡ് വില്യം ബെന്റിക് തന്നെയായിരുന്നു നമ്മുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഓക്കെ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ
ലോർഡ് വില്യം ബെന്റിക് ആയിരുന്നു. സോ ഹി അബോളിഷ്ഡ് സതി. ഓക്കെ, അതിനുവേണ്ടി പ്രവർത്തിച്ച ഇന്ത്യൻ റിഫോമർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പൊ സത്യപ്രഥയ്ക്ക് വേണ്ടി അതിന്റെ അഗെയിൻസ്റ്റ് പ്രവർത്തിച്ച ഇന്ത്യൻ റിഫോമർ ആണ് രാജാറാം മോഹൻ റോയ്. Okay, next question. National Park of Nepal, which is in continuation with Valmiki National Park of Bihar. Okay, അപ്പൊ നാഷണൽ പാർക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളമായി കാണുന്നുണ്ട്. സോ ആ പോർഷനും മിസ് ചെയ്യാണ്ട് പഠിക്കുക. സോ നാഷണൽ പാർക്ക് ഓഫ് നേപ്പാൾ വിച്ച് ഈസ് ഇൻ കണ്ടിന്യൂവേഷൻ വിത്ത് വാൽമീകി നാഷണൽ പാർക്ക്. വാൽമീകി നാഷണൽ പാർക്ക് എവിടെയാണ്? ബീഹാറിലാണ്. അതിനോട് കണ്ടിന്യൂസ് ആയിട്ട് നേപ്പാളിലുള്ള നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ചിത്വൻ നാഷണൽ പാർക്കാണ്. ചിത്വൻ നാഷണൽ പാർക്കാണ് നേപ്പാളിലെ. ഇത് നേപ്പാളിലെ ആദ്യത്തെ നാഷണൽ പാർക്കുമാണ്. ഓക്കെ, ഫസ്റ്റ് നാഷണൽ പാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നേപ്പാൾ ഇൻ 1973. ഓക്കെ, അപ്പൊ വാൽമീകി നാഷണൽ പാർക്ക് ഇന്ത്യയില്, അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നേപ്പാളിലുള്ള പാർക്കാണ്, നാഷണൽ പാർക്കാണ് ചിത്വൻ നാഷണൽ പാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ബുദ്ധിസ്റ്റ് മോങ്ക് ടു സ്പ്രെഡ് ബുദ്ധിസം ഇൻ ടിബറ്റ്? ബുദ്ധിസ്റ്റ് മോങ്ക് ടു സ്പ്രെഡ് ബുദ്ധിസം ഇൻ ടിബറ്റ്. ശരിയായ ഉത്തരം പത്മസംഭവയാണ്. ഓക്കെ, പത്മസംഭവയാണ് ബുദ്ധിസ്റ്റ് മോങ്ക് ഹു സ്പ്രെഡ് ബുദ്ധിസം ഇൻ ടിബറ്റ്. ഓക്കെ, ഇദ്ദേഹത്തിന് ഗുരു റിംപോച്ചെ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഗുരു റിംപോച്ചെ എന്നും വിളിക്കാറുണ്ട്. ഹി ഹെൽപ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് സമയെ മോണസ്ട്രി. ഓക്കെ, ദ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് മോണസ്ട്രി ഇൻ ടിബറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the smallest bone in human body? Smallest bone in human body ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം സ്റ്റേപ്പീസ് ആണ്. ഈ സ്റ്റേപ്പീസ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? നമ്മുടെ ചെവിയിലുള്ള ബോൺ ആണ്. ഓക്കെ, ചെവിയിൽ 3 ബോൺസ് ആണ് ഉള്ളത്. ഇൻകസ്, മാലിയസ്, സ്റ്റേപ്പീസ്. ഈ 3 എണ്ണത്തിനും കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്ന ഇയർ ഓസിക്കിൾസ് എന്നാണ്. ഓക്കെ, അപ്പൊ 3 ഇയർ ഓസിക്കിൾസ് ആണ് നമ്മുടെ ചെവിയിലുള്ളത്. അപ്പൊ അതിലെ ഏറ്റവും ചെറിയ ബോൺ ആണ് സ്റ്റേപ്പീസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേപ്പീസിനോട് തന്നെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു മസിൽ ഉണ്ട്, അതാണ് സ്റ്റെപ്പീഡിയസ് എന്ന് പറയുന്ന മസിൽ. അതാണ് നമ്മുടെ സ്മോളസ്റ്റ് മസിൽ ഇൻ അവർ ബോഡി. ഓക്കെ, അപ്പൊ സ്മോളസ്റ്റ് ബോൺ ഏതാണ്? സ്റ്റേപ്പീസ് ആണ് സ്മോളസ്റ്റ് ബോൺ. സ്മോളസ്റ്റ് ബോൺ പഠിച്ചല്ലോ, സ്റ്റേപ്പീസ് ആണ്. അപ്പൊ ഏറ്റവും വലിയ ബോൺ കൂടി നമുക്ക് നോക്കാം. ഏറ്റവും വലിയ ബോൺ ഫീമർ ആണ്. ഓക്കെ, നമ്മുടെ തൊടയിലുള്ള എല്ല്. ഓക്കെ, അതാണ് ഫീമർ ബോൺ. കാലിലെ ഏറ്റവും വലിയ ബോൺ ആണ് ഫീമർ ബോൺ എന്ന് പറയുന്നത്. ഓൺലി ഇൻഡിപെൻഡന്റ് ബോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഹയോയിഡ് ബോൺ ആണ്. നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് വരുന്ന ബോൺ ആണ് ഹയോയിഡ് ബോൺ. അതാണ് ഓൺലി ഇൻഡിപെൻഡന്റ് ബോൺ ഇൻ അവർ ബോഡി. ഇനി സ്കള്ളിലെ ബോൺസ് എല്ലാം തന്നെ ഇങ്ങനെ ഇമ്മൂവബിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ, അടുക്കി ഇരിക്കുകയാണ്. അത് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു ബോൺ മാത്രം നമ്മുടെ സ്കള്ളിലുള്ളത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതേതാണ്? നമ്മുടെ ലോവർ ജോയിലെ ബോൺ ആയ മാൻഡിബിൾ ആണ്. ഓക്കെ, ലോവർ ജോയിലെ ബോൺ മാത്രമേ നമുക്ക് നമ്മുടെ സ്കള്ളില് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ പേര് മാൻഡിബിൾ എന്നാണ്. ഓക്കെ, സ്മോളസ്റ്റ് ബോൺ ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. ലാർജസ്റ്റ് ബോൺ ഏതാണ്? ഫീമർ ആണ്. ഇൻഡിപെൻഡന്റ് ബോൺ ഹയോയിഡ് ആണ്. ഓൺലി മൂവബിൾ ബോൺ ഇൻ ദ സ്കൾ അത് മാൻഡിബിൾ ആണ്. അടുത്ത ചോദ്യം. വൈറ്റമിൻ എ ഈസ് ഓൾസോ നോൺ ആസ്. വൈറ്റമിൻ എ ഈസ് ഓൾസോ നോൺ ആസ്, അതായത് കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ എ ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം റെറ്റിനോൾ എന്നാണ്. നമുക്കറിയാം വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വൈറ്റമിൻ ആണ്. ആൻഡ് കണ്ണിന്റെ ഒരു പാർട്ടാണ് റെറ്റിന എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. വൈറ്റമിൻ എന്റെ കെമിക്കൽ നെയിം റെറ്റിനോൾ. ഓക്കെ, പിന്നെ നമുക്കറിയാം വൈറ്റമിൻസ് എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫാറ്റ് സോളിബിൾ എന്നും വാട്ടർ സോളിബിൾ എന്ന് പറഞ്ഞാണ്. രണ്ടായിട്ടാണ് വൈറ്റമിൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ആണ് നമ്മുടെ ബി കോംപ്ലക്സും സിയും അല്ലെ. അതിൽ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആണ് എ, ഡി, ഇ ആൻഡ് കെ. ഓക്കെ, എ, ഡി, ഇ, കെ വൈറ്റമിൻസ് ആണ് നമ്മുടെ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ. അപ്പൊ ഈ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസിൽ ഏറ്റവും ആദ്യം ഡിസ്കവർ ചെയ്തെടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഇത് കണ്ടുവരുന്നത് കോഡ് ലിവർ ഓയിൽ, ഗ്രീൻ വെജിറ്റബിൾസ് ആൻഡ് ക്യാരറ്റ്സിലാണ്. പ്രിക്കേഴ്സർ എന്താണ്? വൈറ്റമിൻ എന്റെ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത് ബീറ്റ കെറോട്ടിൻ ആണ്. ഓക്കെ, ഈ പ്രിക്കേഴ്സർ ബീറ്റ കെറോട്ടിൻ കൺവേർട്ട് ചെയ്ത് വൈറ്റമിൻ എ ആയിട്ട് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ ലിവറിലാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു കണ്ണിന് വളരെയധികം അത്യാവശ്യമായി വേണ്ട വൈറ്റമിൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായി സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. അതുകൊണ്ട് തന്നെ ആന്റി ഇൻഫെക്ഷൻ വൈറ്റമിൻ എന്ന് പറഞ്ഞു നമ്മൾ പഠിക്കാറുണ്ട് വൈറ്റമിൻ എനെ. ഓക്കെ, അപ്പൊ വൈറ്റമിൻ എന്റെ കെമിക്കൽ നെയിം എന്താണ്? റെറ്റിനോൾ ആണ്. ഓക്കെ, നമുക്ക് വൈറ്റമിൻസിന്റെ എല്ലാം ഒന്ന് കെമിക്കൽ നെയിം നോക്കാം. അപ്പോൾ B1, വൈറ്റമിൻ B1ന്റെ കെമിക്കൽ നെയിം തയമിൻ എന്നാണ്. റൈസ് ബ്രാനിലൊക്കെ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ് B1 എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന പ്രോബ്ലം ബെറിബെറിയാണ്. B2ന്റെ കെമിക്കൽ നെയിം റൈബോഫ്ലേവിൻ എന്നാണ്. ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഗ്ലോസൈറ്റിസ് ആണ് ഉണ്ടാവുന്നത്. B3 പറയുന്നത് നിയാസിൻ എന്നാണ്, അല്ലെങ്കിൽ ആന്റി പെലഗ്ര വൈറ്റമിൻ എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം പെലഗ്രയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി B6, B9, B12. B6 പിരിഡോക്സിൻ,
B9 ഫോളിക് ആസിഡ്, പ്രഗ്നൻസി ടൈമിലൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന ഫോളിക് ആസിഡ് B9 ആണ്. ആൻഡ് B12 സൈനോകോബലാമിൻ. ഈ മൂന്നെണ്ണത്തിന്റെയും ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന പ്രോബ്ലം അനീമിയാണ്. അതിന്റെ റീസൺസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ബട്ട് എൻഡ് പ്രോഡക്റ്റ് നമുക്ക് എൻഡിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അനീമിയാണ്. ഓക്കെ, അപ്പോൾ അനീമിയാണ് ഇത് മൂന്നെണ്ണം. ഏതൊക്കെയാണ്? B6, B9, B12 മൂന്ന് കാരണം ഉണ്ടാകുന്നത് അനീമിയാണ്. പിന്നെ അടുത്തത് B5 ആണ്. B5 പാൻറ്റോതെനിക് ആസിഡ് എന്നാണ് പറയുന്നത്. B7 ബയോട്ടിൻ. പാൻറ്റോതെനിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കാരണം ബേണിംഗ് ഫീറ്റ്, കാലിലൊക്കെ പുകച്ചിലൊക്കെ ഉണ്ടാകും. ബയോട്ടിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് നെർവ് ഡിസോർഡേഴ്സ് ആണ്. സോ ബി കോംപ്ലെക്സ് കഴിഞ്ഞു. ഇനി വൈറ്റമിൻ സി. വൈറ്റമിൻ സിനെ പറയുന്നത് ആസ്കോർബിക് ആസിഡ് എന്നാണ്. ഇതിന് ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് സ്കർവി ആണ്. വൈറ്റമിൻ എ നമ്മൾ പറഞ്ഞു റെറ്റിനോൾ എന്നാണ്. ഡെഫിഷ്യൻസി കാരണം നൈറ്റ് ബ്ലൈൻഡ്നെസ്, സെറോഫ്താൽമിയ, ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പ്രോബ്ലം ഉണ്ടാവുന്നത്. വൈറ്റമിൻ ഡിന്റെ കെമിക്കൽ നെയിം കാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ എന്നാണ്. കാൽസിഫെറോൾ, വൈറ്റമിൻ ഡി. ആൻഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? റിക്കറ്റ്സ്. കുട്ടികളിലാണെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകും, മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോമനീസിയ. വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് ഫെർട്ടിലിറ്റി ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ ആണ്. ഓക്കെ, ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ബാധിക്കും ഇത് ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് എല്ലാ വൈറ്റമിൻസും അതിന്റെ കെമിക്കൽ നെയിംസും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്? ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയ സമയത്ത് 15 ഓഗസ്റ്റ് 1947 ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയപ്പോൾ ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ക്ലെമന്റ് അറ്റ്ലി ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Nathpa Jhakri project. Nathpa Jhakri project is on which river? ശരിയായ ഉത്തരം റിവർ സത്ലജ് ആണ്. ഓക്കെ, റിവർ സത്ലജ് ആണ്. ലൊക്കേഷൻ ഹിമാചൽ പ്രദേശിലാണ്. റിവർ സത്ലജിന്റെ ഒറിജിൻ നമ്മൾ കണ്ടിരുന്നു. എവിടെ നിന്നാണ്? ലേക്ക് രക്ഷസ്ഥൽ നിന്നാണ്. ഓക്കെ, ലേക്ക് രക്ഷസ്ഥലിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, തിബത്തില്. ആൻഡ് സത്ലജ് റിവറിലുള്ള ഒരു ഫേമസ് ഡാം, ഒരു ഇമ്പോർട്ടന്റ് ഡാം ആണ് നമ്മുടെ ഭക്ര നംഗൽ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഓർത്തു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ആഡം സ്മിത്ത് ആണ്. ഓക്കെ, ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ്. ഇദ്ദേഹത്തിനെ തന്നെയാണ് ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് എക്കണോമിക്സ്, ഫാദർ ഓഫ് ക്യാപിറ്റലിസം രണ്ടും ആഡം സ്മിത്ത് ആണ്. Which award is renamed as Major Dhyan Chand Award? Major Dhyan Chand Awardന്റെ മേജർ ധ്യാൻചന്ദിന്റെ പേരിൽ റീനെയിം ചെയ്യപ്പെട്ട അവാർഡ് ഏതാണ്? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡാണ്. ഓക്കെ, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡാണ്. ഇത് നമ്മൾ ഇതിനു മുമ്പത്തെ പല GK സെഷൻസിലും ഇങ്ങനെ ഒരു പോയിന്റ്, അതായത് ഈ അവാർഡ് ആദ്യമായി കിട്ടിയത് ആർക്കാണ്, ഏറ്റവും യങ്ങസ്റ്റ് റെസിപ്പിയന്റ് ആരാ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ മേജർ ധ്യാൻ ചന്ദിന്റെ പേരിൽ റീനെയിം ചെയ്യപ്പെട്ട അവാർഡ് ഏതാണ്? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡാണ്. ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, ആരാണ് ഇത് അവാർഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനുവലി മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഈ അവാർഡ് നൽകുന്നത്. അടുത്ത ചോദ്യം, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് യുനെസ്കോ എവിടെയാണെന്നാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് യുനെസ്കോ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് യുനെസ്കോ ഫ്രാൻസിലെ പാരീസിലാണ്. ഓക്കെ, പാരീസ് ഫ്രാൻസിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് യുനെസ്കോ. യുഎന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂയോർക്കിലാണ്. യൂണിസെഫിന്റെയും ന്യൂയോർക്കിലാണ്. ഓക്കെ, യുഎനിന്റെയും ന്യൂയോർക്കിലാണ്, യൂണിസെഫിന്റെയും ന്യൂയോർക്കിലാണ്. WHO ഹെഡ്ക്വാർട്ടേഴ്സ് ജിനീവ സ്വിറ്റ്സർലാൻഡിലാണ്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻസും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 61. ഓക്കെ, ആർട്ടിക്കിൾ 61. അപ്പൊ ആർട്ടിക്കിളിൽ നിന്ന് മറ്റൊരു ചോദ്യം വന്നിരിക്കുകയാണ്. ആർട്ടിക്കിൾ 61 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് 61. ആർട്ടിക്കിൾ 61 എന്തിനെ പറ്റിയാ പറയുന്നത്? പ്രൊസീജിയർ ഓഫ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഓക്കെ, പ്രൊസീജിയർ ഓഫ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിനെ എങ്ങനെ നമുക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റും, അതിനെ നമ്മൾ പറയുന്നത് റിമൂവൽ എന്നല്ല, ഇംപീച്ച്മെന്റ് എന്നാണ് പറയുന്നത് പ്രസിഡന്റിന്റെ റിമൂവലിനെ. ഓക്കെ, ഇത് കൊടുത്തിരിക്കുന്നത് പാർട്ട് 5 യൂണിയനിലാണ് ഇത് വരുന്നത്. സോ ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം വീണ്ടും ആർട്ടിക്കിളിൽ നിന്നാണ്. സോ വിച്ച് ആർട്ടിക്കിൾ എൻഷ്യൂർസ് അബോളിഷ്മെന്റ് ഓഫ് അൺടച്ചബിലിറ്റി? അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. നമ്മുടെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നതാണ് ഇത്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അണ്ടർ എത്ര റൈറ്റ്സ് ആണ് നമുക്കുള്ളത്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതാണ് നമുക്കുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതില്
റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ അണ്ടർ വരുന്നതാണ് നമ്മുടെ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 17. അടുത്ത ചോദ്യം ഫോക്ക് ഡാൻസിൽ നിന്നാണ്. ഘൂമർ. ഘൂമർ ഇസ് എ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഘൂമർ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിന്റെ ഫോക്ക് ഡാൻസ് ആണ്? ശരിയായ ഉത്തരം രാജസ്ഥാന്റേതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ മാക്സിമം ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? മാക്സിമം ഏജ് ലിമിറ്റ് കേട്ടോ, മിനിമം അല്ല ചോദിച്ചിരിക്കുന്നത്, മാക്സിമം ഏജ് ലിമിറ്റ്. ഒരു പ്രസിഡന്റ് ആവാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ ഏജ് ലിമിറ്റ്. മിനിമം ഏജ് ഉണ്ട്, 35 ഇയേഴ്സ് ആണ് മിനിമം ഏജ് വേണ്ടത്. 35 ഇയേഴ്സിൽ കൂടുതൽ എത്ര പ്രായമായാലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാനത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ 58 ആണ്. ആർട്ടിക്കിൾ 58ലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതും നമ്മുടെ പാർട്ട് 5 യൂണിയന്റെ അണ്ടർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 58ലാണ് പറഞ്ഞിരിക്കുന്നത് സെറ്റ്സ് ദ പ്രിൻസിപ്പൽ ക്വാളിഫിക്കേഷൻ വൺ മസ്റ്റ് മീറ്റ് ടു ബി എലിജിബിൾ ടു ദ ഓഫീസ് ഓഫ് പ്രസിഡന്റ്. ആൻഡ് ഇതിൽ വരുന്നത് മെയിൻ ആയിട്ട് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, 35 ഇയേഴ്സ് ഓർ അതിൽ കൂടുതലായിരിക്കണം, ക്വാളിഫൈഡ് ടു ബിക്കം എ മെമ്പർ ഓഫ് ലോക്സഭ. ഓക്കെ, ഇതൊക്കെയാണ് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കാനുള്ള ക്വാളിഫിക്കേഷൻ. കൊടുത്തിരിക്കുന്ന ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 58ലാണ്. Rana Sanga was defeated by Babur in 1527 in which battle? ബാബർ ആരാണ്? ബാബർ ആണ് നമ്മുടെ മുഗൾ എംപയറിന്റെ ഫൗണ്ടർ അല്ലെ. അദ്ദേഹം റാണ സാങ്കയെ ഡിഫീറ്റ് ചെയ്തത് ഏത് ബാറ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1527ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ബാറ്റിലാണ്? ശരിയായ ഉത്തരം ബാറ്റിൽ ഓഫ് ഖൺവേ ആണ്. ഓക്കെ, ബാറ്റിൽ ഓഫ് ഖൺവേയിലാണ് റാണ സാങ്കെ അദ്ദേഹം ഡിഫീറ്റ് ചെയ്തത്. ഓക്കെ, സോ എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. മുഗൾ എംപയറിന്റെ ഫൗണ്ടർ ആണ് ബാബർ. 1526 ഫസ്റ്റ് പാനിപത്ത് വാർ. ഓക്കെ, അപ്പൊ ഡൽഹി ഡൈനസ്റ്റി, നമ്മൾ ഡൽഹി സൽത്തനത്ത് പഠിച്ച സമയത്ത് അവിടെ ലാസ്റ്റ് കണ്ട ഡൈനസ്റ്റിയാണ് ലോധി ഡൈനസ്റ്റി. അതിന്റെ ലാസ്റ്റ് റൂളർ ആയിരുന്നു ഇബ്രാഹിം ലോധി. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ മുഗൾ എംപയർ സ്ഥാപിക്കുന്നത് 1526. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. അതാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപത്ത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപത്ത് നമ്മൾ ഇവിടെ കണ്ടു. ഇതിനു മുമ്പ് നമ്മൾ അക്ബറിനെ പറ്റി പഠിച്ചപ്പോൾ അവിടെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപത്ത് ഉണ്ട്. ഞാൻ പറഞ്ഞു 3 ബാറ്റിൽ ഓഫ് പാനിപത്ത് ആണ് നടന്നിരിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപത്ത് നടന്നത് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ്. ഇതിന് ശേഷമാണ് മുഗൾ എംപയർ സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, ബാബർ സ്വന്തമായി എടുത്ത ടൈറ്റിലാണ് എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. ആൻഡ് അദ്ദേഹം 3 ബാറ്റിൽസ് ആണ് ഫൈറ്റ് ചെയ്തത് കഴിഞ്ഞിട്ട്. ഓക്കെ, അദ്ദേഹം മുഗൾ എംപയർ സ്ഥാപിച്ച ശേഷം 3 ബാറ്റിൽസ് ആണ് ഉണ്ടായത്. 1527 ബാറ്റിൽ ഓഫ് ഖൻവ, അതാണ് നമ്മൾ ഈ പറഞ്ഞ റാണ സാങ്കയുമായിട്ട്. പിന്നെ 1528 ബാറ്റിൽ ഓഫ് ചന്ദേരി, അത് മെദിനി റായിയുമായിട്ടാണ്. 1529 ബാറ്റിൽ ഓഫ് ഘാഗ്ര, അതില് മുഹമ്മദ് ലോധിയെ അദ്ദേഹം പരാജയപ്പെടുത്തി. മുഹമ്മദ് ലോധി ഇബ്രാഹിം ലോധിയുടെ അങ്കിൾ ആയിട്ട് വരും, അദ്ദേഹത്തിനെയും പരാജയപ്പെടുത്തി. ഓക്കെ, അപ്പൊ ഇതാണ് 3 ബാറ്റിൽസ്. അപ്പൊ സിൻസ് റാണ സാങ്കയുമായിട്ടുള്ള ബാറ്റിൽ ചോദിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടി പഠിച്ചു വെക്കാം. നമുക്ക് ചോദിക്കുന്നത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പൊ റാണ സാങ്കയുമായിട്ട് ഖൻവ, മെദിനി റായിയുമായിട്ട് ചന്ദേരി, മുഹമ്മദ് ലോധിയുമായിട്ട് ഘാഗ്ര. അടുത്തത് ബാറ്റിൽ ഓഫ് പ്ലാസി. വെൻ വാസ് ബാറ്റിൽ ഓഫ് പ്ലാസി ഫൗട്ട്? അനദർ ഇമ്പോർട്ടന്റ് ബാറ്റിൽ ആണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സിന്റെ റൂള് സ്ഥാപിക്കപ്പെടാൻ കാരണമായ ഒരു ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. 1757 ഈ ബാറ്റിൽ ഉണ്ടാകുന്നത്. ഓക്കെ, 1857 റിവോൾട്ട് ഓർമ്മയുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അതിലൊരു 100 ഇയേഴ്സ് മുമ്പ് ഉണ്ടായ ഒരു ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ആരൊക്കെ തമ്മിലായിരുന്നു? ഓക്കെ, സിറാജുദ്ദൗള. ഓക്കെ, സിറാജുദ്ദൗള ലാസ്റ്റ് നവാബ് ഓഫ് ബംഗാൾ, ഇൻഡിപെൻഡന്റ് നവാബ്. ബട്ട് ഇത് കഴിഞ്ഞിട്ടും നവാബ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരുമാതിരി പപ്പറ്റ്സ് ആയിരുന്നു, ബ്രിട്ടീഷേഴ്സിന്റെ പപ്പറ്റ്സ് ആയിരുന്നു. ലാസ്റ്റ് ഇൻഡിപെൻഡന്റ് നവാബ് ഓഫ് ബംഗാൾ ആയ സിറാജുദ്ദൗള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉണ്ടായ ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, നമ്പർ ഓഫ് കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. നമ്പർ ഓഫ് കോസ്റ്റൽ സ്റ്റേറ്റ്സ്. കോസ്റ്റൽ സ്റ്റേറ്റ്സ് എത്രണ്ണ ഉള്ളത് നമുക്ക് ഇന്ത്യയിൽ? 9 കോസ്റ്റൽ സ്റ്റേറ്റ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ മാപ്പ് വെച്ച് പഠിക്കുക. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്റ്റാറ്റിക് GKയിൽ വരുന്ന പല ടോപ്പിക്സ് ഉണ്ട്. നമ്മുടെ സീ പോർട്സ്, എയർപോർട്സ്, പിന്നെ ഇതുപോലെയുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ മാപ്പ് വെച്ച്, റിവേഴ്സ്, ഇതെല്ലാം മാപ്പ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പൊ കാണാപ്പാഠം പഠിക്കാൻ നിൽക്കേണ്ട, മാപ്പ് വെച്ച് പഠിക്കുക. കോസ്റ്റൽ സ്റ്റേറ്റ്സ് എത്രണ്ണാണെന്ന് ചോദിച്ചാൽ 9 കോസ്റ്റൽ സ്റ്റേറ്റ്സ് ആണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ.
Next question. BRICS Summit 2021 was held in which country? BRICS Summit 2021 was held in which country? ഇന്ത്യയിലാണ്. ബ്രിക്സ് സമ്മിറ്റ് നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, ഇത് 13th ആനുവൽ ബ്രിക്സ് സമ്മിറ്റ് ആയിരുന്നു. കൺട്രീസ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? 5 കൺട്രീസ് ആണ് വരുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഈ ബ്രിക്സ് എന്ന് പറയുന്നത് ഈ 5 കൺട്രീസിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സോ ഇതിന്റെ 2021 സമ്മിറ്റ് നടന്നത് 2021 സമ്മിറ്റ് നടന്നത് ഇന്ത്യയിലാണ്. 13th സമ്മിറ്റ് ആയിരുന്നു. ഇത് ഇന്ത്യയിൽ നടക്കുന്ന 3ാമത്തെ സമ്മിറ്റ് ആയിരുന്നു. ഇതിനു മുമ്പ് 2012ലും അതുപോലെ തന്നെ 2016ലും ബ്രിക്സ് സമ്മിറ്റ് ഇന്ത്യയിലാണ് നടന്നിരിക്കുന്നത്. വീണ്ടും ഫോക്ക് ഡാൻസിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. റൌഫ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിന്റെ ഫോക്ക് ഡാൻസ് ആണ്? ശരിയായ ഉത്തരം ജമ്മു ആൻഡ് കശ്മീർ ആണ്. ഓക്കെ, അപ്പൊ മേ ബി ഇവിടെ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി എന്ന് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പൊ ജമ്മു ആൻഡ് കശ്മീരിലെ ഫോക്ക് ഡാൻസ് ആണ് റൌഫ് എന്ന് പറയുന്നത്. Who was the first recipient of Rajiv Gandhi Khel Ratna Award? നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിന്റെ പേര് മാറ്റി മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് ആക്കി എന്നൊക്കെയുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇതൊരു കറന്റ് അഫയേഴ്സ് ടോപ്പിക്കും കൂടിയാണ്. റീസെന്റ് ആയിട്ടാണ് ഈ പേരൊക്കെ മാറ്റിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടോപ്പിക്കിൽ നിന്ന് വരാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയിരിക്കണം. ഇത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ നേരത്തെ ചെയ്തിട്ടുമുള്ളതാണ്. ഓക്കെ, അപ്പൊ ഹു വാസ് ദ ഫസ്റ്റ് റെസിപ്പിയൻ? ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് ആണ്. ഓക്കെ, ചെസ് പ്ലെയർ ആയ വിശ്വനാഥൻ ആനന്ദ് ആണ് ഫസ്റ്റ് റെസിപ്പിയന്റ്. ഇതിന്റെ പേര് മാറ്റിയിട്ട് നമ്മൾ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് റെസിപ്പിയൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് ആണ്. 1991-92 പെർഫോമൻസിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുത്തത്. ഓക്കെ, ഏറ്റവും യങ്ങസ്റ്റ് റെസിപ്പിയന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഷൂട്ടർ ആയ അഭിനവ് ബിന്ദ്രയാണ്. ഓക്കെ, അദ്ദേഹത്തിന് 18ാമത്തെ വയസ്സിലാണ് 2001 ഈ അവാർഡ് കിട്ടിയത്. ഓക്കെ, അപ്പൊ യങ്ങസ്റ്റ് റെസിപ്പിയന്റ് ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022 ഏഷ്യൻ ഗെയിംസ് വിൽ ബി ഹെൽഡ്. എവിടെയാണ് 2022 ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്? ശരിയായ ഉത്തരം ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇയർ ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. ഇതിനു മുമ്പ് 1951 ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടന്നിരിക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് 1951 അതും നടന്നിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ്. ആൻഡ് ഇതിനു മുമ്പ് നടന്ന ലാസ്റ്റ് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് 2018 അത് നടന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ചാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് 1951 ഏഷ്യൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഇന്ത്യയിലാണ്. പിന്നെ അതിന് മുമ്പത്തെ ഗെയിംസ് ലാസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് 2018 അത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. ഇനി അടുത്തത് 4 വർഷങ്ങൾക്ക് ശേഷം 2022 നടക്കാൻ പോകുന്നത്. അത് ഇന്ത്യയിലാണ്. ലെറ്റേഴ്സ് ടു മദർ ഇസ് റിട്ടൺ ബൈ ശരിയായ ഉത്തരം നരേന്ദ്രമോദിയാണ്. ഓക്കെ, ഇതാണ് ആ ബുക്ക്. നരേന്ദ്രമോദിയാണ് ഇതിന്റെ റൈറ്റർ. ആക്ച്വലി 2 പേരാണ്, നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഭാവന സൊമായ. ഇവിടെ കൊടുത്തിട്ടുണ്ട് പേര് ഭാവന സൊമായ. ഓക്കെ, അപ്പോ നരേന്ദ്രമോദി ഓപ്ഷൻസിൽ കൊടുത്തിരുന്നത് അനുസരിച്ചാണെങ്കിൽ ലെറ്റേഴ്സ് ടു മദർ ഇസ് റിട്ടൺ ബൈ നരേന്ദ്രമോദി. Next question. Which G20 session will be held in India? G20 summits നടക്കുന്നുണ്ട്. അതിൽ ഏത് G20 സെഷൻ ആയിരിക്കും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്? ശരിയായ ഉത്തരം 2023 G20 സമ്മിറ്റ് ഇന്ത്യയിലായിരിക്കും നടക്കുന്നത്. ആദ്യത്തെ G20 സെഷൻ നടന്നത് 2008 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ഓക്കെ, ആൻഡ് ഈ വർഷം നടന്നത് ഇറ്റലിയിലാണ്. നെക്സ്റ്റ് ഇയർ നടക്കാൻ പോകുന്നത് ഇന്തോനേഷ്യയിലാണ്. ഓക്കെ, അപ്പൊ 3 ഓർത്തു വെക്കുക. ഫസ്റ്റ് വൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു, 2008 ഇപ്പൊ ഈ വർഷം നടന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണ്. അടുത്ത വർഷം നടക്കാൻ പോകുന്നത് ഇന്തോനേഷ്യയിലാണ്. ആൻഡ് 2023 ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പൊ 21 ഇറ്റലി, 22 ഇന്തോനേഷ്യ, 23 ഇന്ത്യ. എല്ലാം ഐ വെച്ചുള്ള കൺട്രീസ് ആണ്. ഫസ്റ്റ് വൺ പക്ഷെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഓഥർ ഓഫ് ദ ബുക്ക് ഗീത രഹസ്യ അല്ലെങ്കിൽ ഭഗവത്ഗീത രഹസ്യ. ഓക്കെ, ഇതിന്റെ ബുക്കിന്റെ ഓഥർ ആരാണ്? ശരിയായ ഉത്തരം ബാലഗംഗാധർ തിലക് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോക്മാന്യ തിലക്. അദ്ദേഹത്തിനെ തന്നെ വിളിച്ചിരുന്ന പേരാണ് ലോക്മാന്യ തിലക്. ലോക്മാന്യ തിലക്കിന്റെ ബുക്കായിരുന്നു ഗീത രഹസ്യ. ഓക്കെ, പിന്നെ കഴിഞ്ഞ ഒരു ക്ലാസ്സിന് ആരോ കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതുപോലെ ഇമേജസ് ഒക്കെ കൊടുക്കുവോ എക്സാമിനെന്ന്. തീർച്ചയായിട്ടും കൊടുക്കില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങളുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമേജസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചു പോകുന്നതിനേക്കാൾ നല്ല ഇപ്പൊ കഴിഞ്ഞ സ്ലൈഡിൽ
സ്ലൈഡിൽ നമ്മൾ കണ്ട ലെറ്റേഴ്സ് ടു മദർ. അപ്പൊ അങ്ങനെ ഒരു ബുക്ക് വരുമ്പോൾ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ആ ബുക്കിന്റെ ആ ഒരു ഇമേജ് വരും. അപ്പൊ അതിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. അല്ലാണ്ട് എക്സാമിലൊന്നും ഒരിക്കലും ഇതുപോലെ ഇമേജസ് ഒന്നും വരാൻ പോകുന്നില്ല. ഗീതാ രഹസ്യ ബാലഗംഗാധർ തിലകിന്റെ ബുക്കാണ്. എക്സ്ട്രാ പോയിന്റ്സിൽ നമുക്ക് നോക്കാം. ബാലഗംഗാധർ തിലകിനെ പറ്റി എന്തൊക്കെയാണ് പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഫാദർ ഓഫ് അഗ്രസീവ് നാഷണലിസം, ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ്. ഓക്കെ, ഫാദർ ഓഫ് അഗ്രസീവ് നാഷണലിസം. ഇദ്ദേഹം ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡർ ആയിരുന്നു അല്ലെ. അപ്പൊ അഗ്രസീവ് നാഷണലിസം ആൻഡ് ഇന്ത്യൻ അൺറസ്റ്റിന്റെ ഫാദർ ആയിട്ട് പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധർ തിലകാണ്. അതുപോലെ തന്നെ ലോക്മാന്യ തിലക് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിനെ തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞതാണ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ഓക്കെ, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് ബാലഗംഗാധർ തിലകാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ നമുക്കറിയാം 1907 സൂറത്ത് സ്പ്ലിറ്റ് ഉണ്ടായി. അതിൽ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും വേറെ വേറെയായി. അതിനുശേഷം എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെ ഒരുപാട് ബ്രിട്ടീഷേഴ്സ് ടോർച്ചർ ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ബാലഗംഗാധർ തിലകിനെ മാൻഡ്ലയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു 1908 6 വർഷത്തേക്ക്. ഓക്കെ, പിന്നീട് തിരിച്ചു വന്ന ശേഷം അദ്ദേഹം 1916 ഹോം റൂൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു ആനി ബെസന്റിന്റെ കൂടെ. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ബാലഗംഗാധർ തിലകിനെ പറ്റി ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലോക്സഭ സീറ്റ്സ് ആർ ഫ്രം ഹിമാചൽ പ്രദേശ്? ഹിമാചൽ പ്രദേശിന് എത്ര ലോക്സഭ സീറ്റ്സ് ആണ് ഉള്ളത്? ശരിയായ ഉത്തരം 4 സീറ്റ് ആണ്. ഓക്കെ, ഹിമാചൽ പ്രദേശിന് 4 സീറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ടോട്ടൽ എത്ര സീറ്റ് ആണ് ഉള്ളത് ലോക്സഭയിൽ? 550 സീറ്റ്സ് ആണ്. നേരത്തെ 552 ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കുറഞ്ഞ് 550 സീറ്റ്സ് ആയി. 2 ആംഗ്ലോ ഇന്ത്യൻ സീറ്റ്സ് ഉണ്ടായിരുന്നത് അതെടുത്ത് മാറ്റി. സോ 550 സീറ്റ്സ് ആണ് പ്രസന്റ്ലി ഉള്ളത്. അതിൽ എത്രയാണ് കറന്റ് മെമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ 543 ആണ് കറന്റ് മെമ്പേഴ്സിന്റെ എണ്ണം. ഏത് സ്റ്റേറ്റിനാണ് ഏറ്റവും അധികം ലോക്സഭാ സീറ്റ്സ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിനാണ്. 80 സീറ്റ്സ് ആണ് ഉള്ളത്. ഹു ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ? ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? പ്രസന്റ് ചെയർമാൻ ശേഖർ കപൂർ ആണ്. ഓക്കെ, ശേഖർ കപൂർ ആണ് പ്രസന്റ് ചെയർമാൻ ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1960 ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? പൂനെ, മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, പ്രസന്റ് ചെയർമാൻ ശേഖർ കപൂർ. വിച്ച് ഈസ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് റെയിൽവേ ലൈൻ? റെയിൽവേ ലൈൻ ഇല്ലാത്ത ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ശരിയായ ഉത്തരം സിക്കിം ആണ്. ഓക്കെ, സിക്കിമിനാണ് റെയിൽവേ ലൈൻ ഇല്ലാത്തത്. ഇപ്പോൾ ഒരു പുതിയ റെയിൽവേ ലൈൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത് ബേസിക്കലി വെസ്റ്റ് ബംഗാൾ ടു സിക്കിം ആയിരിക്കും. സെവോക്കെ ഇൻ വെസ്റ്റ് ബംഗാൾ ടു റാങ്പോ ഇൻ സിക്കിം. ഇതാണ് പുതിയൊരു റെയിൽവേ ലൈനിന്റെ പ്ലാൻ നടക്കുന്നത്. സോ ഇപ്പൊ പ്രസന്റ്ലി സിക്കിമിന് റെയിൽവേ ലൈൻസ് ഒന്നുമില്ല. ഹു ഇസ് ദ ഗവർണർ ഓഫ് മധ്യപ്രദേശ്? ഓക്കെ, ഗവർണേഴ്സിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എസ്പെഷ്യലി റീസെന്റ് ആയിട്ട്, അത് 2021 മാറിയിരിക്കുന്ന ഗവർണേഴ്സ് ഉണ്ടെങ്കിൽ, 2021 മാറിയിരിക്കുന്ന ഗവർണേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇതും വളരെ റീസെന്റ് ആയിട്ട് 2 ജൂലൈ 2021 സ്ഥാനമേറ്റ ഗവർണറാണ് മധ്യപ്രദേശിന്റേത് മംഗു ഭായ്സി പട്ടേൽ. ഓക്കെ, മംഗു ഭായ്സി പട്ടേൽ. ഇതിനു മുമ്പ് ആനന്ദി ബേൻ ആയിരുന്നു. ഓക്കെ, ഇപ്പോ അതിനുശേഷം 2 ജൂലൈ 2021 തൊട്ട് മംഗു ഭായ്സി പട്ടേലാണ്. ഹു ഇസ് ദ ഓഥർ ഓഫ് ഹർഷചരിത? വളരെ ഇമ്പോർട്ടന്റ് ബുക്കാണ് ഹിസ്റ്ററിയിൽ നിന്നുള്ളത്. ഹർഷചരിത. ഹർഷചരിതയുടെ ഓഥർ ആരാണ്? ഹർഷചരിതയുടെ ഓഥർ ബാനഭട്ടയാണ്. ബാനഭട്ടയാണ് ഹർഷചരിതയുടെ ഓഥർ. ഹർഷചരിത എന്ന് പറയുന്നത് നമ്മുടെ വർധന ഡൈനസ്റ്റിയുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂളർ ആയ ഹർഷവർദ്ധനെ പറ്റിയുള്ള ബുക്കാണ്. ബാനഭട്ട എഴുതിയ ബുക്കാണ് ഹർഷചരിത. ഓക്കെ, ഹർഷ ഈറ എന്ന് പറയുന്നത് 606 സ്റ്റാർട്ട് ചെയ്യുന്ന ഈറയാണ്. മറ്റൊരു പോയിന്റ് നമ്മൾ ഇദ്ദേഹത്തിനെ പറ്റി, അതായത് ഹർഷവർദ്ധനെ പറ്റി ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ടൈം പീരീഡിലാണ് ഇവിടെ ഒരു ചൈനീസ് സ്കോളറായ ഹ്യുവാൻ സാങ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. 8 വർഷത്തേക്കാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്. ഇദ്ദേഹത്തിന്റെ ടെറിട്ടറി കിങ്ഡമിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് കുറെ നാൾ. ഹ്യുവാൻ സാങ്. Who was awarded the PETA India's Person of the Year Award 2019? Okay, 2019 PETA India's Person of the Year Award കിട്ടിയത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം വിരാട് കോഹ്ലിക്കാണ്. ഓക്കെ, 2020 ഇത് കിട്ടിയിരിക്കുന്നത് ജോൺ എബ്രഹാമിനാണ്. ഇനി പേറ്റയുടെ ഫുൾ ഫോം എന്താണ്? പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ്. പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് എന്നാണ് പേറ്റയുടെ ഫുൾ ഫോം. 2019 ഈ അവാർഡ് കിട്ടിയത് വിരാട് കോഹ്ലിക്കാണ്. 2020 ജോൺ എബ്രഹാമിനാണ്. 46th question. Dena Bank and Vijaya Bank merged with which bank? ദേന ബാങ്കും വിജയ ബാങ്കും ഏത് ബാങ്കുമായിട്ടാണ് merge ചെയ്തത്?
ശരിയായ ഉത്തരം ബാങ്ക് ഓഫ് ബറോഡയുമായിട്ടാണ്. ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ് ദേന ബാങ്കും വിജയ ബാങ്കും കൂടി മെർജ് ചെയ്യിപ്പിച്ചത്. ഡേറ്റ് 1st April 2019. ഓക്കെ, 1st April 2019 ആണ് ദേന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് മെർജ് ആയത്. വെൻ വാസ് ദീനെ ഇലാഹി സ്റ്റാർട്ടഡ്? ദീനെ ഇലാഹിയെ പറ്റി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, ഇത് ആരാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നും ചോദിച്ചിട്ടുണ്ട്. 1582 ദീനെ ഇലാഹി സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു റിലീജിയൻ ആണ്. ആര് സ്റ്റാർട്ട് ചെയ്ത റിലീജിയൻ ആണ്? മുഗൾ എംപറർ അക്ബർ സ്റ്റാർട്ട് ചെയ്ത റിലീജിയൻ ആണ് ദീനെ ഇലാഹി എന്ന് പറയുന്നത്. പിന്നെ ഓൺലി ഹിന്ദു ടു ഫോളോ ദീനെ ഇലാഹി ആരായിരുന്നു? ബീർബൽ ആയിരുന്നു. അടുത്ത ചോദ്യം ചോദിച്ചിരുന്നത് മേട്ടൂർ ഡാം എവിടെയാണെന്നാണ്. വേർ ഇസ് മേട്ടൂർ ഡാം ലൊക്കേറ്റഡ്? എല്ലാവർക്കും അറിയാമായിരിക്കും. എവിടെയാണ് മേട്ടൂർ ഡാം? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാം ആണ് മേട്ടൂർ ഡാം എന്ന് പറഞ്ഞ കാവേരി നദിയിലാണ് ഇത്. ഓക്കെ, അപ്പൊ മേട്ടൂർ ഡാം തമിഴ്നാട്ടിലാണ്. ലാർജസ്റ്റ് ഡാം ഇൻ തമിഴ്നാടുമാണ്. മറ്റു ചില ഡാംസ് തമിഴ്നാട്ടിലെ ഭവാനി സാഗർ, വൈഗൈ ഡാം, അളിയാർ ഡാം, ഷോളയാർ ഡാം, അമരാവതി ഡാം, ഇതൊക്കെയാണ് മറ്റ് ഡാംസ് ഇൻ തമിഴ്നാട്. ഓക്കെ, ലാർജസ്റ്റ് ഡാം മേട്ടൂർ ആണ്. ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ അപ്സര വാസ് ഇനോഗ്രേറ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു ഇൻ എന്നായിരുന്നു? ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ പോലും ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ആണ് അപ്സര എന്ന് പറയുന്നത്. ഇത് ജവഹർലാൽ നെഹ്റു എന്നാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്? ജാനുവരി 20, 1957 ജാനുവരി 20, 1957 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ 10 വർഷം കഴിഞ്ഞിട്ട് ഓക്കെ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ അപ്സര ഇനോഗ്രേറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ബോംബെയിലാണ് ഇത്. ഇന്നത്തെ ഈ സെഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ഓഥർ ഓഫ് എ പ്രോമിസ്ഡ് ലാൻഡ്? എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ ആരാണ്? അപ്പൊ പല ബുക്സും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫോക്ക് ഡാൻസ് ബുക്സ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ശരിയായ ഉത്തരം ബറാക് ഒബാമയാണ്. ബറാക് ഒബാമയുടെ ബുക്കാണ് പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്നത്. ബറാക് ഒബാമയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 44th പ്രസിഡന്റ് ആയിരുന്നു ബറാക് ഒബാമ. 44th പ്രസിഡന്റ്. അതുപോലെ തന്നെ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അദ്ദേഹം. 2009 തൊട്ട് 2017 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇപ്പോൾ ഓൺഗോയിങ് എക്സാംസിൽ നിന്ന് എടുത്തിരിക്കുന്ന 50 ചോദ്യങ്ങളാണിത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫോക്ക് ഡാൻസിൽ നിന്ന് വരുന്നുണ്ട്, ബുക്സിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഇമ്പോർട്ടന്റ് ആണ്, നാഷണൽ പാർക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ്. സോ ഇതെല്ലാം തന്നെ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ലാസ്റ്റ് മൊമെന്റ് ആയി ഇനി അധികം സമയമൊന്നുമില്ല. സോ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇതുപോലെയുള്ള മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.